തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ പോലീസ് ഇടപെടൽ മറച്ചുവെച്ച് തിരുവമ്പാടി ദേവസ്വത്തെ പഴിചാരി പോലീസ് റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളായ സുന്ദർ മേനോൻ, ഗിരീഷ്, വിജയ് മേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. പൂരം കലക്കിയത് തൽപരകക്ഷികളുടെ താൽപര്യപ്രകാരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രശ്മി കാർത്തികയും ആനന്ദ് പുത്തൂരും ചേരുന്നുണ്ട്. രശ്മി, ആദ്യം ഈ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? വീഴ്ചകൾ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. തിരുവമ്പാടി ദേവസ്വത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതാണ് റിപ്പോർട്ട്. നമുക്കറിയാം, ഒരു മാസത്തിനകം വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞ ആ അന്വേഷണം ഏതാണ്ട് 6 മാസത്തോളം നീണ്ടുപോകുന്നു. അതിനുശേഷം ഈ റിപ്പോർട്ട് കൈമാറുന്നു. ഈ റിപ്പോർട്ട് പൂർണ്ണമല്ലാത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണവും നിലവിൽ എവിടെ എത്തി എന്ന് അറിയത്തില്ല. വിവരാവകാശ പ്രകാരം ഉള്ള ചോദ്യത്തിന് ഈ റിപ്പോർട്ട് പുറത്ത് ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ നിലവിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. തൃശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണ്. ഈ പൂരത്തിന് മുന്നോടിയായി തന്നെ ഒരു പ്രത്യേക യോഗ മാർച്ചിൽ ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ, അതായത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കും. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പൂരം കലക്കും എന്നുള്ളതായിരുന്നു ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഏതാണ്ട് 500 പേജുള്ള ഈ റിപ്പോർട്ടിലെ ആദ്യ 50 പേജുകളിലാണ് ഈ കണ്ടെത്തലുകൾ, അതായത് MR അജിത് കുമാറിന്റെ കണ്ടെത്തലുകളാണ് ഈ 50 പേജിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ഭാരവാഹികളായിട്ടുള്ള ഈ സുന്ദർ മേനോൻ, ഗിരീഷ് കുമാർ, വിജയ മേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർ ഇതിനായി പ്രവർത്തിക്കുകയായിരുന്നു. തൃശൂർ പൂരത്തിന്റെ ആ സമയത്ത് തന്നെ 2 പന്തലുകളിലെയും ലൈറ്റ് ഓഫ് ചെയ്തു. ചില തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരമായിരുന്നു ഇടപെടൽ. എന്തായാലും പോലീസിന്റെ വീഴ്ചകൾ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. അപൂർണമായിട്ടുള്ള റിപ്പോർട്ടാണ്. ദേവസ്വത്തെ മാത്രം ഇത്തരത്തിൽ ഈ ഭാരവാഹികളുടെ പേരും അതോടൊപ്പം തന്നെ പിന്നീട് ഈ 50 പേജിന് ശേഷമുള്ള മറ്റു പേജുകളിൽ ഉള്ള ആ 500 പേജുകളിൽ ഓരോരുത്തരുടെയും മൊഴികൾ, ഓരോ വ്യക്തികളുടെയും പേരുകൾ, അവർ തന്നിട്ടുള്ള മൊഴികൾ, അതാണ് ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഭാരവാഹികളുടെ പേരുകളും ദേവസ്വത്തിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം